അബ്രഹാം വളരെ അസ്വസ്ഥനായിരുന്നു. തന്റെ ആദ്യജാതനെ പറഞ്ഞയക്കുക എന്നത് അദ്ദേഹത്തിനൊരു വലിയ പരീക്ഷണമായിരുന്നു. പക്ഷേ ദൈവത്തിന് അബ്രഹാമിനെ ഇനിയും പരീക്ഷിക്കണമായിരുന്നു. അബ്രഹാം, നിന്റെ മകനുമായി, നിന്റെ ഒരേ ഒരു മകൻ ഇസഹാക്കുമായി മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നീ അവനെ ഒരു ദഹനബലിയായി അർപ്പിക്കുക. ഇസ്ഹാക്കിനെ ബലി കൊടുക്കാനോ? ഒരേ ഒരു പുത്രനെ? ഇല്ല, അത് ദൈവത്തിന്റെ സ്വരമല്ല, വല്ല ദുസ്വപ്നവുമായിരിക്കും. തൻ്റെ രണ്ടാമത്തെ പുത്രനെയും നഷ്ടപ്പെടുമോ എന്നോർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി. അയാളുടെ മനസ്സ് തകർന്നു. ഇസ്ഹാക്കിനെ ബലി കൊടുക്കുന്ന കാര്യം അബ്രഹാം അതൊരു ദുസ്വപ്നമായിരുന്നിരിക്കാം. പക്ഷേ ആ ശബ്ദത്തെക്കുറിച്ച് എനിക്ക് സംശയമില്ല. ഞാൻ ഹാറാനിൽ കേട്ട അതേ വ്യക്തമായ ശബ്ദം, അതേ മുഴക്കവുമായിരുന്നു. ഇല്ല, എനിക്കതിനാവില്ല. ഈ ദുരിതങ്ങളിൽ കൂടി ഞാൻ കടന്നു പോകുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. അത് ദൈവത്തിന്റെ ശബ്ദമല്ലാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇത് ദൈവം ശരിക്കും ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നോട് വീണ്ടും ആവശ്യപ്പെടട്ടെ. എൻ്റെ ഉറക്കത്തിലല്ല, ഞാൻ ഉണർന്നിരിക്കുമ്പോൾ. ഞാൻ ഇത്തരത്തിൽ ചിന്തിക്കരുത്. ഇല്ല, ദൈവം 2 തവണ ചോദിക്കുകയില്ല. അതെ, അത് ദൈവമായിരുന്നു. ഞാൻ അവനെ അനുസരിക്കും. സർവശക്തനായ ദൈവമേ, നിന്റെ വഴികൾ എനിക്ക് അജ്ഞാതമാണ്. എന്നാലും ദൈവമേ, ഞാനിതാ നിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നു. ഇസഹാക്കിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ തിരിച്ചു വരുമ്പോ നിന്നോട് പറയാം. പക്ഷേ ഇസഹാക്ക് എവിടെയാണ്? ഇസഹാക്ക്, ഇസഹാക്ക്! ദേ വരുന്നു അപ്പാ. നീ എവിടെയായിരുന്നു? പോകുന്നതിന് മുന്നേ കാലുകൾക്ക് തീറ്റ കൊടുക്കാമെന്ന് കരുതി. നമ്മൾ പോയി വരുമ്പോഴത്തേക്കും സമയം വൈകിയാലോ, അതാ. അതെ അതെ. അങ്ങ് എന്തിനാണ് ഇത്രയധികം വിഷമിക്കുന്നത് പ്രിയനെ? ഒന്നുമില്ല, നമുക്കുടൻ പുറപ്പെടണം. ഇപ്പോൾ തന്നെ വൈകി. തുറന്നു പറയൂ പ്രിയനെ. ഒന്നുമില്ലെന്നേ. വരൂ ഇസഹാക്കേ, എന്റെ സഞ്ചി എടുത്തോളൂ. നമ്മളിപ്പോൾ പുറപ്പെടുകയാണ്. മോനെ, സൂക്ഷിക്കണേ. പോയി വരാമമ്മേ. പിറ്റേന്ന് രാവിലെ ഇസഹാക്കിനൊപ്പം അബ്രഹാം മോറിയയിലേക്ക് പുറപ്പെട്ടു. അവർ വിറകും കൂടെ എടുത്തിരുന്നു. അതൊരു നീണ്ട യാത്രയായിരുന്നു. ഭക്ഷണവും വെള്ളവും അവർ കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ അപ്പാ? നമ്മൾ മോറിയയിലേക്കാണ് പോകുന്നത്. എത്രമാത്രം ദൂരമുണ്ട്? ഇനി അധിക ദൂരം ബാക്കിയില്ല. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ അവിടെ എത്തും. എന്തിനാ നമ്മളവിടെ പോകുന്നത്? നമ്മൾ അവിടെ ഒരു ബലിയർപ്പിക്കുവാനാണ് പോകുന്നത് മോനെ. ദൈവം അപ്പനോട് ആവശ്യപ്പെട്ടിരുന്നോ നമ്മൾ ബലിയർപ്പിക്കാൻ? അതെ മോനെ, ദൈവം ബലിയർപ്പിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. നീ ഒന്ന് വേഗം നടക്ക്. ഇരുട്ടുന്നതിന് മുമ്പേ നമുക്കവിടെ എത്തിച്ചേരണം. ശരി അപ്പാ. ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം അവർ മോറിയ ദേശത്തെത്തി. ദൈവം അബ്രഹാമിനെ ബലിയർപ്പിക്കാനായി മുകളിലേക്ക് നയിച്ചു. ഓ, ഒടുവിൽ നമ്മൾ എത്തിച്ചേർന്നു. അപ്പാ, ഇവിടെയാണോ നമ്മൾ ബലിയർപ്പിക്കാൻ പോകുന്നത്? അതെ മോനെ. പക്ഷെ അപ്പാ, നമ്മുടെ കയ്യിൽ വിറകും തീയും മാത്രമേ ഉള്ളൂ. ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാട് എവിടെ അപ്പാ? അത് ദൈവം തരും മോനെ.
ദൈവം ഒരു കുഞ്ഞാടിനെ തരും. എനിക്കിത് ചെയ്യാനാകില്ല ദൈവമേ, എനിക്കിത് ചെയ്യാനാകില്ല. ഈ വിറക് എവിടെയാണ് വെക്കേണ്ടത്? അപ്പാ, അപ്പാ. ആദ്യം ഇസ്മായിലിനെ മരുഭൂമിയിലേക്ക് വിട്ടു. ഇപ്പോഴിതാ ഇസഹാക്കിനെയും. എന്റെ ഒരേ ഒരു പ്രതീക്ഷ. അപ്പാ, അപ്പനെന്തിനാ കരയുന്നത്? എന്റെ മോനെ. എന്താ കാര്യം അപ്പാ? ഒന്നുമില്ല മോനെ, വെള്ളം കുടിക്ക്. അപ്പാ, ഞാനാണ് കുഞ്ഞാട്. എന്ത്? അപ്പൻ എന്നെ ബലി കൊടുക്കാൻ പോവുകയാണോ? എനിക്കറിയില്ല നിന്നോടിതെങ്ങനെ പറയുമെന്ന്. അതേ മോനെ, നീയാണ് ബലിവസ്തു. അതാണ് ദൈവനിശ്ചയം. ദൈവത്തിനെതിരെ ഞാൻ എന്താണ് ചെയ്തത്? ഒന്നുമില്ല മോനെ, ദൈവത്തിന് നിന്നോട് അപ്രീതി ഒന്നുമില്ല. അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നേക്കാൾ അധികം. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും അധികം. എനിക്കറിയാം അപ്പാ, അങ്ങ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യുക. നീ ഒരു നല്ല മകനാണ്. പെട്ടെന്ന് തന്നെ അങ്ങ് ബലിയർപ്പിച്ചോളൂ. നീ കിടന്നോടൂ മകനെ. മോനെ, പെട്ടെന്ന് ബലിയർപ്പിക്കൂ അപ്പാ. അബ്രഹാം, ഉപകർത്താവേ, നീ ആ കത്തി താഴെയിടൂ. കുട്ടിയെ ഒരു വിധത്തിലും ഉപദ്രവിക്കരുത്. നിന്റെ പ്രിയപ്പെട്ട പുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ 1000ങ്ങളും 10,000ങ്ങളുമായി വർദ്ധിപ്പിച്ച് അസംഖ്യരാക്കും. അവർ ശത്രുക്കളെ കീഴടക്കി ഈ ലോകം ഭരിക്കും. ദൈവമേ നന്ദി, നിനക്ക് നന്ദി. എന്റെ മകനെ ഇസഹാക്ക്. അപ്പാ, അപ്പോൾ തന്നെ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ അബ്രഹാം കണ്ടു. അബ്രഹാം നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ബലിവസ്തുവിനെ കൊടുത്തു. തൻ്റെ മകൻ ഇസഹാക്കിനെ ബലി കൊടുക്കാൻ ദൈവം എബ്രഹാമിനോട് ആവശ്യപ്പെട്ടപ്പോൾ എബ്രഹാം ഏറെ വിഷമിച്ചു. നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിന് എന്തു ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം തൻ്റെ ഏകപുത്രൻ യേശുവിനെ നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ വിട്ടപ്പോൾ.